ഹേ ഗൈസ്, മാസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് ഗൈസ്. ഇന്ന് നമ്മൾ KSRTC സൂപ്പർ ഫാസ്റ്റൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മൾ എങ്ങോട്ട് പോകും? നമുക്കിത് ഓക്കെ, ഇവിടം വരെ പോകാം ഗൈസ്. വെറുതെ ഒന്ന് പോണാണ്. ഈ പരസ്യമൊക്കെ ഞാൻ ബാക്ക് അടിച്ച് നമ്മൾ കളയട്ടെ. വെയിറ്റ് ചെയ്യ ഗൈസ്, നമ്മളെത്തും. ഇതൊരു കോഴി. എനിക്ക് ജലദോഷമുണ്ട് ഗൈസ്. നമ്മുടെ KSRTC ഒക്കെ സീൻ സാധനം ലൈറ്റൊക്കെ ഓൺ ചെയ്തേക്കാം. നോക്കിയാൽ ഗൈസ്, സീനല്ലേ. ഏതാ KL15A 1764. ഏതാ KSRTC എന്നൊക്കെ ഉള്ള ഇമോജി. KSRTC തന്നെയാണോ? എന്നെ സീനാണ്. ഇത് ടയറിലൊക്കെ അലോയിൻ്റെ ആ ലൈറ്റൊക്കെ നോക്കിയേ. തിളങ്ങിക്കോ ഈ രാത്രി നമ്മുടെ ബസ്. ഏതാ ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടോ? ഏതാ അശോകൻ്റെ ഇതെന്ത് കൊള്ളാലോ ഈ ഇമോജികൾ. മറ്റേ എന്നെ സീനാലേ. നീ ഇത് പറഞ്ഞുകൊണ്ട് കണ്ട നമുക്ക് പോവാം. ഈ വഴിയാണെന്ന് തോന്നുന്നു. എനിക്ക് മാപ്പ് ഇതിൽ കാണിക്കാം. ഓക്കെ, മുകളിൽ മാപ്പ്. ഇവിടെ ഫോൺ ഉണ്ടാകുന്നില്ല, ഞാൻ കണ്ടില്ല. ഓക്കെ, സീൻ KSRTC പറയാതിരിക്കാൻ വയ്യ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം കളിക്കണൊക്കെ നിർത്തിയതാണ്. ഇവിടെ നിർത്തിയില്ല എന്നുവെച്ചാൽ കളിക്കാറില്ലായിരുന്നു. അപ്പോൾ വെറുതെ ഒരു കണ്ടൻറ്റിനൊക്കെ ക്ഷാമമാണ്, അതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് കളിച്ചു എന്നുള്ളൂ. ഇത് ഞാൻ മറ്റേ Z1 മറ്റേ ആ മോഡില്ലേ, ആ മോഡിലെ വണ്ടികളെ കൊമ്പനൊക്കെ ഇറക്കാൻ നോക്കി. തന്നാലും എനിക്ക് മര്യാദയ്ക്ക് പറ്റില്ല, എന്താണെന്നറിയില്ല. ചെയ്തിട്ട് ഞാൻ ബസ്സൊക്കെ കൊണ്ടുവന്നു, എന്നാലും അതിൻ്റെ ലിവറി കയറ്റാൻ നോക്കിയിട്ട് ലിവറി ആവണില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു മാപ്പ് കഴിഞ്ഞു. ഓക്കെ, തുടങ്ങാം. വീണ്ടും ഒരു പരസ്യമൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ. വീണ്ടും രണ്ട് കോഴീനെ കാണാറുണ്ട്. ഇവിടെ രണ്ട് ആണുങ്ങളെ കാണാറുണ്ട്. മാപ്പ് ഒന്നല്ലോ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു വളവുണ്ട്. പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഒറ്റ ഒടി നോക്കുമ്പോൾ ഒരാൾ വന്നു. ഏതാ ഇടിച്ചങ്ങോട്ട് ഇവിടെ ഈ കൊക്കയിലും കണ്ട് ഞാൻ വീണ്. ഇവിടുത്തെ നാട്ടുകാർ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോയത്. അതൊക്കെ ഒരു കാലം. ഇനി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അന്ന് കുഴപ്പമില്ല, ഞാൻ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ. ഇനി നല്ല ദൂരമുണ്ട്. ഒരു ദിവസം BMW കൊണ്ട് ഞാൻ ഇവിടെയല്ല, വേറെ അടുത്ത മാപ്പിൽ ഞാൻ സ്പീഡിൽ പോയതാ. ഒരാളുടെ വണ്ടി വന്ന് ഞാൻ കൂടി ചാർത്തി. ഏതാന്ന് ഇപ്പം അവിടെ ഒരു അണ്ണാൻ ചപ്പി പോലെ ഇരിക്കുന്നുണ്ട്. വണ്ടർഫുൾ. എത്തി. ഞാൻ വലിയ പ്രോ ഡ്രൈവറൊന്നുമല്ല ഗൈസ്. ആ ഇടിച്ചപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളവിലൊന്നും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ വണ്ടർഫുൾ. മഴയും കൂടി. ഏതായാലും വെട്ടിച്ചില്ലെങ്കിൽ എന്തോ ഒരു വിഷമമാണ്. എന്താണെന്നറിയില്ല. അതൊക്കെ എന്നാ റോഡ്? ഇവിടെ റോഡുണ്ടാകുന്നല്ലോ. ഇത്തിരി മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ വണ്ടി എടാ, ഞാൻ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് അമ്മേ ചത്തേനെ.
ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് മുന്നിലുള്ള വണ്ടീനെ കാണില്ല. ഇങ്ങനെ കാണാം, എന്നാലും മറ്റേ ഉള്ളിലുള്ള വ്യൂ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വണ്ടി ഇത്തിരി ഇങ്ങനെ പൊങ്ങിയില്ലേക്കാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് കാണാം. എവിടെയും കണ്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓ വേണ്ട ഓവർടേക്ക് ചെയ്താൽ പണിയാ. ഓക്കെ, ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാം. ഇവിടെയല്ലേ? ഇവിടെ അല്ലാന്ന് തോന്നുന്നു. ഇത്തിരിയും കൂടി പോകണമെന്ന് തോന്നുന്നു. ഇത്തിരിയും കൂടി പോകണമായിരിക്കും. അത് കഴിഞ്ഞു പോയോ? കുഴപ്പമില്ല, കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും എത്തും. എന്നാലും എടാ അത് കഴിഞ്ഞു പോയോ? സാധാരണ എത്തേണ്ടതാണല്ലോ. എനിക്കൊന്ന് കഴിഞ്ഞു പോയെന്ന്. ഇടിച്ച് ഒരു തട്ടുകൊടുത്താലോ അവന്. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇപ്പം എന്തൊരു സമാധാനം. ഇത്തിരിയും കൂടി മുന്നോട്ട് ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് ഇത്തിരിയും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് തന്നെ. ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് ഇത് തന്നെ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇത് ചത്തില്ല ആദ്യം. വേറെ കുഴപ്പമില്ലെന്ന് തന്നെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ശരിക്കും പറഞ്ഞൊരു ഓഫ് റോഡ് ഷോർട്ട് വാഴ. ഇവിടെയൊക്കെ ഒരു അടി തട്ടുമോ? അടി തട്ടാല്ല. ഓക്കെ, ഒരു ദിവസം അങ്ങോട്ടേക്ക് ഞാൻ വെറുതെ ഒന്ന് പോയത്. ലെഫ്റ്റ് സൈഡിലേക്ക്, അവിടെ ആ മരത്തിൻ്റെ ഇടയിൽ ഞാൻ കുടുങ്ങി. പിന്നെ എങ്ങനെയൊക്കെ ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് എന്നെ ആ മരമൊക്കെ മുറിച്ചിട്ട് രക്ഷിച്ചത്. ഞാൻ ഏതൊരു ബസ്സും കൊണ്ടും കണ്ട ഞാൻ വന്നേ. എൻ്റെ വൈപ്പർ ഓണായിരുന്നു. ചില്ല് സ്ക്രാച്ച് ആയില്ല. ഏതാ വൈബ് നൈറ്റ് ഡ്രൈവിങ്, അതും KSRTCൻ്റെ സൂപ്പർ ഫാസ്റ്റ്. ഏതാ തന്നെ ഞാൻ മറ്റേ ലൈറ്റൊക്കെ ഓൺ ചെയ്തു. ലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ സാധനം ഇത് അമ്മീ ചത്തി ഈ സാധനം ഇത് അതൊന്നും കുഴപ്പമില്ല. കണ്ടാ ഈ സാധനം ഞാൻ ഓണാക്കിയിട്ടാണ്. അയ്യോ ഓടട്ടെ, അവന്മാരെ കാനും ഒന്ന് ഇടിച്ചാലോ. പിന്നെ ഈ വീഡിയോ പറയാൻ പറ്റില്ല, ഇത്തിരി അത്യാവശ്യം ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബസ് സിമുലേറ്ററിലും മാപ്പ് ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സമയമുണ്ടല്ലോ. പിന്നെ ഇത് ഓടിച്ച് പോണ, അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടാവും ഈ വീഡിയോ. ഇതെന്ത്ര ഓണായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓണാവണം. ഇങ്ങനെ ഓടിക്കാം. സോറി ഗൈസ്, ജലദോഷമാണ്. എടാ ആ വണ്ടീനെ വെട്ടിക്കോ. വെട്ടിച്ചു, അതൊക്കെ അത്രേ ഉള്ളൂ. വെട്ടിക്ക് ഇടിക്കണോ? ഒരു ഇടി കൊടുത്തേക്കാം. എന്നെ ഇങ്ങോട്ടേക്ക് ഇടിക്കുന്നു. അയ്യോ, രാത്രി 10:54 തോന്നുന്നു. ഇവിടെ ഒരു ടൈമർ കണ്ടോ? ഇത് ഈ മോജി മുകളിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഏതാ ഇതെന്നത്? പുലിങ്ങനെ ഈ വണ്ടീനെ ഇടിച്ചാലോ? വേണ്ട, പൊക്കോട്ടെ. എന്താണെന്നറിയില്ല, ഒരു വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്നറിയാം. അതേ ഒരു മുന്നിൽ വണ്ടി. ഈ വണ്ടീനെ എനിക്ക് ഇടിക്കണം. ഒരു സമാധാനം ഇല്ല. എടാ മാപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇടിച്ച് അവനെ മറ്റേ വീട്ടിൽ കയറ്റി. ഇതാട്ടോ ഞാൻ ചെയ്യാൻ
ഇപ്പോഴത്തെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതൊക്കെ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഫേസ് കാണിക്കണോ? വേണോ? വേണ്ട. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫേസ് ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാം ഗൈസ്. ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങനെ ഞാൻ എൻ്റെ BMW ആയിട്ട് വന്നത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒറ്റ ഇടി. ഏതാ ഞാൻ അവിടെ അങ്ങോട്ട് സ്റ്റിക്കറായിട്ട് അങ്ങോട്ട് ഇരുന്നു. സോറി ഗൈസ്, ജലദോഷമാണ്. നല്ല ദൂരം പോകാനുണ്ട്. ഹേ ഗൈസ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. പിന്നെ നമുക്ക് 14 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. നമുക്കൊരു 20ൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആക്കണം ഗൈസ്. എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. ബ്രേക്ക് കൂടിയിട്ട് ഇടിച്ചു. നേരത്തെ മാപ്പ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓവർടേക്ക് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ചാർത്തണം. ഇപ്പോൾ ഒരു സുഖമുണ്ട്, ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. സമാധാന ശാന്തതി, എന്തൊരു സുഖം. ഇവനെ കൂടി ഇടിച്ചേക്കാം. ഓക്കെ, സെറ്റ്. ഞാൻ KSRTC കില്ലറ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പോയിട്ട് കില്ലറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ചു. ഇപ്പോൾ വണ്ടീൻ്റെ കാര്യത്തിൽ തീരുമാനമാവാൻ സാധ്യത കൂടുതൽ. ഇവർ ഇരുമ്പും കൊണ്ടാണോ ഈ വണ്ടി ഉണ്ടാക്കിയേക്കണേ? ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടാം. ഏതാ ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ നിൽക്കുക. ഇവിടെ നിന്നല്ല, ഇങ്ങനെ സൈഡിൽ നിന്നുള്ള ഈ ബസ്സുകാരനെയൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വരണടാ? എടാ ഒന്ന് വിട്ടുകൊണ്ട് പോടോ. ഒരു നല്ല സ്ഥലം കിട്ടുമ്പോഴാണ് അയാൾ കുഴപ്പമില്ല. നല്ല സ്ഥലം കിട്ടുമ്പോഴാണ് മനുഷ്യനെ മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. നമുക്ക് പൊക്കൂല്ലേ, ഇത്രയും പൊക്കൂല്ലേ? എന്നിട്ട് ഇത് അങ്ങോട്ടേക്കൊന്നും കാണില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം, കണ്ട ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് എടുത്തോണ്ട് പോവാം. ഇവനൊക്കെ ഏതറാ? സാധാരണ വണ്ടി ഇടിക്കുമ്പോഴല്ലേ ഇങ്ങനെ നിർത്തിയിരുന്നേ. ഇത് ഞാൻ വണ്ടി പോലും എടുത്തില്ല. ഒരു ഇടി ഇടിച്ചേക്കാം. ഈ ബസ്സുകാരനെ കൂടി എനിക്കിഷ്ടമില്ല. ഈ ബസ്സുകാരനെ ഒരു പൊട്ട സ്റ്റിക്കറുമായിട്ട് രാത്രി തന്നെ ഇറങ്ങിയേക്കുക. നീ എന്താ ഇവിടെ നിന്ന് ഹോൺ അടിക്കണേ? അവിടെ ചാർത്തിരുന്നോ നീ? ഇപ്പോൾ എന്തോ 14 മിനിറ്റ് എങ്ങാണ്ടായില്ലേ ഗൈസ്? ഞാൻ വെറുതെ അവിടെ നിന്ന് സമയങ്ങൾ ചിലപ്പോൾ ഞാൻ അടുത്ത മാപ്പിൻ്റെ ഉള്ളിൽ നിർത്തും. അല്ലെങ്കിൽ